മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷം അണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെക്കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു. സങ്കീർത്തനങ്ങൾ. കാലാവസ്ഥയുടെ ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾ ഒരു തുടർക്കഥയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റെല്ലാ കാർഷിക രംഗങ്ങളെയും എന്നതുപോലെ മൃഗപരിപാലന രംഗവും ചില ഭീഷണികളെ നേരിടുന്നുണ്ട്. ചൂട് കൂടുക, മഴയുടെ അളവിൽ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാലാവസ്ഥയുടെ പ്രവചനാതീതമായ ഗതിമാറ്റങ്ങൾ മൃഗജന്യമായ ഉൽപ്പന്നങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെ പ്രജനനത്തിൻ്റെയും കാര്യങ്ങളിൽ ഗുരുതരമായ മാറ്റങ്ങൾക്കിടയാക്കുന്നു. അത്തരം മാറ്റങ്ങൾ ഏറെ വികാസത്തിന് സാധ്യതയുള്ള കേരളത്തിലെ മൃഗപരിപാലന മേഖലയെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തുന്ന കാഴ്ച ഇന്ന് പതിവായിരിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ രംഗം നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും വ്യക്തമായ പരിഹാരങ്ങൾ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. കാലം മാറിവരുമ്പോൾ സംഭവിക്കുന്ന എല്ലാത്തരം പ്രതിസന്ധികളെയും വൈദഗ്ധ്യത്തോടെ അതിജീവിക്കുന്ന ധാരാളം കർഷകരും മാതൃകകളായി നമുക്ക് മുൻപിലുണ്ട്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഓരോ 10 വർഷം കൂടുമ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സ്വാഭാവികമായി നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ചുണ്ടാകുന്നു. നമ്മൾ എന്തിനോട് മുഖം തിരിക്കുന്നുവോ അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതിജീവിക്കുവാനുള്ള, കാലാവസ്ഥയെ വെല്ലുവിളിക്കുവാൻ അതിജീവിക്കുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. ഇപ്പോൾ ചില ആളുകൾ ആട് വളർത്തുന്നു, ചിലർ പന്നി വളർത്തുന്നു, ചിലർ കോഴി വളർത്തുന്നു, ചിലർ മുയൽ വളർത്തുന്നു, ചിലർ പച്ചക്കറി നടുന്നു. അപ്പോൾ കൃഷികളുടെ പല രീതി, ചിലർ 0 ബഡ്ജറ്റിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ ചിലർ തട്ടുതട്ടുകളായി തിരിച്ചുകൊണ്ട് കൃഷി രീതി അവലംബിക്കുന്നു. ചിലർ മഴവെള്ളങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് അത് സംഭരിച്ച് അത് കൃഷിയിടങ്ങളിലേക്ക് ഫലപ്രദമായി ഉപയോഗിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന പലതിനെയും മുൻകൂട്ടി കണ്ട് അത് ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ സംഭരിക്കുക ചെയ്യുന്നത്. ചിലർ ഇപ്പോൾ നമുക്കറിയാം വളരെ ഭംഗിയായിട്ട് കൃഷി രീതി നടത്തുന്ന ഒത്തിരി പേരുണ്ട്. ഈ വരൾച്ച വന്നിട്ടും മഴവെള്ളം സംഭരിച്ച് ആ മഴവെള്ളം പമ്പ് ചെയ്തിട്ട് കൃഷി ചെയ്ത് നല്ല രീതിയിൽ നടത്തുന്ന ആളുകളുണ്ട്. എന്നാൽ അലസരായി ജീവിച്ചുകൊണ്ട് ഒന്നുമില്ല, എല്ലാം സർക്കാർ എഴുതി തള്ളണം, എല്ലാം സർക്കാർ തരണം, എങ്കിൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു യാതൊരു കാര്യമില്ല. ഏതാണോ നമ്മുടെ സാഹചര്യങ്ങൾക്ക് ചോദിച്ച് കോഴി വളർത്താൻ പറ്റുള്ളൂ കോഴി വളർത്താം, ആട് വളർത്താൻ സാധിച്ചോ 2 ആടിനെ വളർത്താൻ പറ്റുള്ളൂ 2 ആടിനെ വളർത്തണം. ഇനി 5 പശുവിനെ വളർത്താൻ 2 പശുവിനെ വളർത്താൻ പറ്റുള്ളൂ. സർക്കാർക്ക് ഒത്തിരിയേറെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അത് പ്രത്യേക രീതി ഉപയോഗിക്കാതെ നിരുത്സാഹപ്പെടുത്തി കിട്ടിയ പൈസയ്ക്ക് വിറ്റ് അതൊന്നും കുത്തിവയ്ക്കുക, സമയത്ത് കുത്തിവയ്ക്കാതെ ജനപിടിക്കാതെ പറഞ്ഞ് വിറ്റ് പോകുന്ന ആളുകളുമുണ്ട് പശുക്കളെയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നശിപ്പിച്ച് കളയാതെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ ഒരു പ്രോത്സാഹനമാക്കി കണ്ടുകൊണ്ട് അതിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്നും അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പുമാണ്. ഇപ്പം 5 പശു 2 പശു എന്നുള്ളതല്ല, നമുക്ക് ആവശ്യമായ വരുമാനം ഉണ്ടാക്കുവാനുള്ള പ്രായോഗിക തലത്തിലുള്ള ബുദ്ധികളും പ്രായോഗിക സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത് യഥാവിധം ഉപയോഗിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ആ കർത്തവ്യത്തിലേക്ക് എന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു പരാജയമൊന്നും ഒരിക്കലും ഏറ്റുവാങ്ങേണ്ടി വരില്ല. കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയായിക്കൊള്ളട്ടെ, ഇതിലും വലിയ വരൾച്ച വന്നാലും ജീവിക്കണ്ടേ. ഇത് വലിയ മഴ വന്നാൽ പറയും 4 ദിവസം മഴ പെയ്ത് നമ്മളെന്ത് പറയും, അയ്യോ വെള്ളപ്പൊക്കമായി, വെള്ളപ്പൊക്കം കരുതിയായി. 4 ദിവസം വരൾച്ച എന്ന് പറഞ്ഞാൽ എന്താ പറയും, അയ്യോ വരൾച്ചയായി, വരൾച്ച അങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഏത് കാലാവസ്ഥയും ജീവിക്കാനുള്ള ഒരു വിവേചക ശക്തിയും അതിനോട് പൊരുത്തപ്പെടുവാനുള്ള ഒരു കഴിവും നമുക്കുണ്ടാകണം. ഈ കാലഘട്ടത്തിൽ കാലാവസ്ഥയുടെ ഗതിമാറ്റം മൃഗങ്ങളെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും ചൂട് കൂടുന്നത് മൂലമുള്ള പ്രശ്നങ്ങളാണ് കർഷകർക്ക് മുന്നിൽ വെല്ലുവിളിയായി മാറുന്നത്. കന്നുകാലി വളർത്തലിൻ്റെ കാര്യത്തിൽ അവയുടെ പ്രജനനവും ഉൽപാദനവും ഒരുപോലെ പ്രതിസന്ധിയെ നേരിടുന്നു. കാലാവസ്ഥ വ്യതിയാനം വളർത്തുമൃഗങ്ങളെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും ചൂട് കാലം, നമുക്കിപ്പം ചൂട് വല്ലാതെ കൂടുന്ന ഒരു കാലാവസ്ഥയാണ് കണ്ടുവരുന്നത്. അത് എല്ലാ വളർത്തുമൃഗങ്ങളെയും അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്.
പക്ഷേ നമ്മളതിനെ ഒരു നെഗറ്റീവായിട്ട് കണ്ട് നമുക്ക് മൃഗങ്ങളെ, പക്ഷികളെയോ, വളർത്തു പക്ഷികളെയോ, പശു, ആട് പോലെയുള്ള മൃഗങ്ങളെയോ നമുക്ക് വളർത്താതിരിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ചൂടുള്ളത് കൊണ്ട് നമുക്ക് മൃഗങ്ങളെ ഒന്നും വളർത്തണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയാൽ അത് പാടില്ല. അപ്പോൾ ചൂട് കൊണ്ട് പലതരം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ചൂട് കൂടിയാൽ ഇപ്പോൾ പശുക്കളുടെ ഒക്കെ കാര്യത്തിൽ, ഏത് മൃഗത്തിൻ്റെ കാര്യത്തിലായാലും അതിന് താൽക്കാലികമായിട്ട് വന്ധ്യതയുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ മതി ലക്ഷണം കാണിക്കാനായിട്ട് മടിക്കും, നിശബ്ദ മതി ഉണ്ടാകും. അതുപോലെ മതിയുടെ കാര്യം പറഞ്ഞാൽ മതിയുടെ ദൈർഘ്യം പലപ്പോഴും മൃഗങ്ങൾക്ക് കുറഞ്ഞ് കാണാറുണ്ട്. അതുപോലെ മതിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണല്ലോ നമ്മളതിനെ കൃത്രിമ വികസനത്തിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് കാണിക്കില്ല, അല്ലെങ്കിൽ വളരെ നേരിയ തോതിൽ കാണിക്കും. അപ്പോൾ നമ്മളത് മിസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ മതിലക്ഷണം കാണിച്ചു, നമ്മളതിന് ബീജസങ്കലനം നടത്തി, എന്നിരുന്നാൽ തന്നെയും അത് ഗർഭം ധരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ഗർഭം ധരിച്ചാൽ തന്നെ ആ ഭ്രൂണം ഈ ചൂട് കാലാവസ്ഥയിൽ രക്ഷപ്പെട്ട് കിട്ടാൻ, പ്രത്യേകിച്ച് ആദ്യത്തെ 2 ആഴ്ച ഭ്രൂണം ഈ വളരെ ചൂടുള്ള കാലാവസ്ഥയിലൂടെ കടന്നു പോയാൽ അത് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗർഭം അലസുകയും ചെയ്യും. ചൂട് കാലത്തിലൂടെ കടന്നു വരുന്ന ഒരു ഗർഭ അവസ്ഥയിൽ നിന്ന് പിറക്കുന്ന കുട്ടി അത് ചാപിള്ളയാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പിറന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറുപിള്ള പിറക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രവുമല്ല വളരെ ആരോഗ്യക്കുറവുള്ള ഒരു കുഞ്ഞാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ചൂടിൻ്റെ വേറൊരു പ്രശ്നം, നമുക്ക് ചൂട് കാലത്ത് പാലുൽപാദനം കുറയും, പാലിൻ്റെ അളവ് കുറയും, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ SNF-ഉം ഫാറ്റും അളവും കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറെ ഒരു വലിയ പ്രശ്നം, നമുക്കെപ്പോഴും പീക്ക് ഈൽഡ് എന്ന് പറയും. കൂടുതൽ പാല്, ഇപ്പോൾ 10 ലിറ്റർ പാലുള്ള പശുവാണെങ്കിൽ 10 ലിറ്റർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം കുറയും. അതായത് 1-2 മാസം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നതിന് 3 മാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് 2 മാസമോ അല്ലെങ്കിൽ 1.5 മാസമായിട്ട് കുറയും. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷനിൽ നല്ലൊരു കുറവ് സംഭവിക്കും. പിന്നെ വേറൊരു പ്രശ്നം, നമുക്ക് പാല് പീക്ക് ഈൽഡ് കഴിഞ്ഞാലും പിന്നെ ഒരേ അളവിൽ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടവും കുറയും ഈ ചൂടിൻ്റെ ഒരു ഇഫക്റ്റ് കൊണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ ചൂട് വരുമ്പോഴത്തേക്കും പശുക്കളുടെ സോഡിയം, മൃഗങ്ങളുടെ, പശുക്കൾ എന്ന് പറയുന്നില്ല, സോഡിയം വിയർക്കുന്നതിലൂടെയും പിന്നെ മൂത്രത്തിൽ കൂടെയും ഒക്കെ അതിൻ്റെ ധാതുക്കൾ, പ്രത്യേകിച്ച് പൊട്ടാസ്യം, സോഡിയം പോലെയുള്ള ധാതു ലവണങ്ങൾ നഷ്ടപ്പെടും. നമ്മൾ പശു അണയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അണയ്ക്കുമ്പോൾ അതിൻ്റെ വായിൽ കൂടെ ഉമിനീർ ധാരധാരയെ ഒഴുകും. അപ്പോൾ നമ്മളത്ര മൈൻഡ് ചെയ്യല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഉമിനീരിൽ കൂടെ സോഡിയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. ആ സോഡിയം വയറ്റിൽ ചെല്ലാതെ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഉള്ളിൽ അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ അസിഡിറ്റിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല രോഗങ്ങളും ഉണ്ടാകാം. ദഹനക്കേടുണ്ടാകാം, അസിഡിറ്റിയിൽ നിന്ന് അകിട് വീക്കം ഉണ്ടാകാം, പിന്നെ ലാമിനൈറ്റിസ് പോലെയുള്ള കാലിന് മുടന്ത് വരുന്ന ഒരസുഖവും ഈ അസിഡിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഒട്ടും ചൂടുമായിട്ട് കോറിലേറ്റ് ചെയ്യാത്ത പ്രശ്നങ്ങളാണ്. പിന്നെ ആയിട്ടുള്ള വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉൽപാദനത്തിലും പ്രജനനത്തിലും ഇത്തരത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികൾക്കൊപ്പം മൃഗങ്ങൾക്ക് ആരോഗ്യപരമായ മറ്റു ചില പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ പ്രതിവിധികൾ കൈക്കൊള്ളുന്നത് വഴി അതിനെയെല്ലാം അതിജീവിക്കുവാൻ കർഷകർക്ക് സാധിക്കും. ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്നാൽ ഇനി പശുവിനെ വളർത്തണ്ട, അല്ലെ മൃഗങ്ങളെ ഒന്നും വളർത്തണ്ട എന്ന് കർഷകരൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഗർഭത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഗർഭം ധരിക്കാനുള്ള സാധ്യത കുറയും ചൂടുകാലത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ചൂടിന് മുമ്പ്, ചൂടുകാലം വരുന്ന നമുക്കറിയാമല്ലോ, ചൂടുകാലം വരുന്നതിന് മുമ്പ് ഒരു പശുവിന് പ്രസവിച്ച് 2 മാസമെങ്കിലും ആയെങ്കിൽ അത് മതി കാണിക്കുന്നില്ലെങ്കിൽ മതി ഇളകാനുള്ള ചെറിയ മരുന്നുകൾ കൊടുത്ത് അതിനെ മതി ഇളക്കി വലിയൊരു ചൂട് വരുന്നതിന് മുമ്പ് അതിന് ഗർഭം ധരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവായി. പിന്നെ നമുക്കിപ്പോൾ ചൂട് കാലത്താണ് മതി വരേണ്ടതെങ്കിൽ
അല്ല മതി വന്നു എങ്കിൽ ആ ഗർഭം ധരിക്കാനും ആ ഗർഭം നിലനിൽക്കാനുമായിട്ടും നമ്മൾ ചില മാനേജ്മെൻറ്റ് ചെയ്തേ പറ്റൂ. അതായത് ആ പശുവിനെ മതിയിളക്കം കാണിച്ച പശുവിനെ കൃത്രിമ ബീജസങ്കലനത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിനെ നന്നായിട്ട് തണുക്കുക, അതിന് തണലത്ത് നിർത്തുക. ബീജസങ്കലനം കഴിഞ്ഞാലും അതിനെ നന്നായിട്ട് തണുപ്പിക്കുക. പിന്നെ തണലത്ത് നിർത്തണം എന്നുള്ളത് പ്രത്യേകം പറയാനില്ല. മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 2 ആഴ്ച ഭ്രൂണത്തിന് വളരെ ക്രിട്ടിക്കലാണ്. ആ 2 ആഴ്ച വല്ലാതെ ചൂടിൽ നിൽക്കേണ്ട ഒരവസ്ഥയിൽ ആ ഭ്രൂണം ചത്തുപോവുകയും ഗർഭം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. പിന്നീട് വേറൊരു പ്രശ്നം പറഞ്ഞു, ഈ ധാതു ലവണങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ മൂത്രത്തിലൂടെ പോകുന്നുണ്ട്, ഈ വായിൽ ഉമിനീരിലൂടെ പോകുന്നുണ്ട്, വിയർപ്പിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ധാതു ലവണങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെയുള്ള അകിടുവീക്കം പോലുള്ള ദഹനക്കേട് പോലെയുള്ള പല പ്രശ്നങ്ങളും പശുവിനുണ്ടാകും. അതിന് നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യുന്നതിനായിട്ട് സോഡാപ്പൊടി, സോഡിയം ബൈകാർബണേറ്റ് അല്ല അഥവാ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം എന്ന് പറയുന്ന ധാതു ലവണം നമുക്കൊരു 25 ഗ്രാം. 25 ഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമൊക്കെ കർഷകർക്ക് അളക്കാനും തൂക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു തീപ്പെട്ടി, ഒരു ചെറിയ തീപ്പെട്ടിക്കകത്ത് കൊള്ളുന്ന അതാണ് അതിൻ്റെ അളവ്, 25 ഗ്രാമാണ്. 25 ഗ്രാം സോഡാപ്പൊടി കൊടുക്കുക, 25 ഗ്രാം മിനറൽ മിക്സർ അല്ലെങ്കിൽ ധാതു ലവണ മിശ്രിതം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാൽസ്യപ്പൊടി, അത് പറഞ്ഞാൽ കർഷകർക്ക് മനസ്സിലാകും. അപ്പോൾ പല പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് സോൾവ് ആയി വരുന്നത്. ദഹനക്കേടിൻ്റെ പ്രശ്നം മാറും. അപ്പോൾ നമ്മൾ ഇച്ചിരി ചക്കയോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊടുത്താൽ പോലും പ്രശ്നം ഉണ്ടാകാതെ അത് ദഹിച്ചു പൊക്കോളും. അസിഡിറ്റി ഉണ്ടാവുകയില്ല. അസിഡിറ്റി മൂലമുണ്ടാകുന്ന അകിടുവീക്കം, ലാമിനൈറ്റിസ്, ദഹനക്കേട്, വിശപ്പില്ലായ്മ എല്ലാം ഇതുവഴി പരിഹരിക്കപ്പെടുകയാണ്. പിന്നെ പശു ചൂടുകാലത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, പശു തീറ്റ തിന്നാൻ മടിക്കും. പശു തീറ്റ തിന്നാൻ മടിക്കുന്നതിൻ്റെ കാരണം ദഹന പ്രക്രിയയിൽ പശുവിൻ്റെ ആമാശയത്തിൽ ചൂടുണ്ടാകുന്നു. അപ്പോൾ അതൊരു ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസമാണ് ചൂടുകാലത്ത് പശു തീറ്റ കുറയ്ക്കുന്നത്. കാരണം ഭക്ഷണം കഴിച്ചാൽ അത് ആമാശയത്തിൽ ചെല്ലുന്നു, അത് അവിടെ കിടന്നിട്ട് അത് ദഹിപ്പിക്കണമെങ്കിൽ പിന്നെയും ചൂടാണ്, ആകെ ചൂട് പൊള്ളി നിൽക്കുന്ന പശു. അതുകൊണ്ട് എന്നാൽ ഭക്ഷണം കഴിക്കേണ്ടെന്ന് നോക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പശുവിനെ പരമാവധി ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ അതുകൊണ്ട് തണുപ്പുള്ള സമയത്ത് രാവിലെയും വൈകുന്നേരവും, വലിയ ചൂടുള്ളപ്പം പശു ഭക്ഷണം കഴിച്ചെന്ന് വരില്ല, ഭക്ഷണം കഴിപ്പിക്കുക പല സമയത്ത്. തണുപ്പുള്ള സമയത്ത് നമ്മൾ 2 നേരമാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ ചൂടുള്ള സമയത്ത് പല അളവിൽ ഭക്ഷണം കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ചൂട് കാലത്ത് വളരെ കൃത്യമായിട്ടും വളരെ തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഒരു സംഗതിയാണ് പച്ചപ്പുല്ല്. അപ്പോൾ പച്ചപ്പുല്ല് ചൂടുകാലത്ത് വേനൽക്കാലത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കർഷകർ പലപ്പോഴും പുച്ഛിച്ച് ചിരിക്കാറുണ്ട്. കാരണം ഈ പച്ചപ്പുല്ല് ചെന്ന് കഴിഞ്ഞില്ലെങ്കിൽ പച്ചപ്പുല്ല് കൂടെ ദഹനത്തിനും ചൂടിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും പാലിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനും എല്ലാം ഈ പച്ചപ്പുല്ലിൻ്റെ അപര്യാപ്തത കാരണമാണ്. പുല്ല് എത്രയായാലും നിശ്ചയമായും പശുക്കൾക്ക് വേനൽക്കാലത്ത് കൊടുത്തിരിക്കണം. അപ്പോൾ കർഷകർ ചോദിക്കുന്ന അവർ വളരെ എന്താ പറയുക, നമ്മളെ പരിഹസിക്കും അങ്ങനെ പറഞ്ഞാൽ. ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഡോക്ടറെ നമുക്ക് സ്ഥലമില്ല, പലപ്പോഴും പരിമിത സൗകര്യങ്ങളും 5 സെൻറ്റിലും 10 സെൻറ്റിലും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകർ അവർ പറയും ഞങ്ങൾക്ക് പുല്ല് നടാൻ സ്ഥലമില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു പശുവിനെ വളർത്തുന്ന ആൾക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം, ഞാൻ പറഞ്ഞു 25 കിലോ 30 കിലോ ഒന്നും വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് വളരെ എളുപ്പത്തിൽ കുറച്ചെങ്കിലും പുല്ല് കൊടുക്കാവുന്ന സാഹചര്യമുണ്ട്. അതിനുള്ള മാർഗം ഇതാണ്, പ്ലാസ്റ്റിക് ചാക്കുകളിൽ പുല്ല് നട്ടുപിടിപ്പിക്കുക. CO3 പോലെയുള്ള പുല്ലുകളുണ്ട്, അത് കർഷകർക്കറിയാം. ആ പുല്ല് അത് എങ്ങനെ നട്ടുപിടിപ്പിക്കണമെന്നും പറയാം. ചാക്കിൻ്റെ താഴത്തെ ലെയറിൽ കുറച്ച് മണ്ണ് ഇടുക, ഒരു 1/4 ഭാഗം മണ്ണിടുക. ആ മണ്ണ് എന്തിനെന്ന് വെച്ചാൽ ചാക്ക് മറിയാതിരിക്കാനാണ്. അതിനു മുകളിൽ നമുക്ക് ചകിരി മലത്തി വെക്കാം. മലത്തി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിടുന്ന വളവും വെള്ളവും ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അതിൻ്റെ മുകളിൽ മണലാണ് നിറയ്ക്കേണ്ടത്, പക്ഷേ മണലിന് സ്വർണ്ണത്തിൻ്റെ വിലയാണ് നമുക്കറിയാം. അതുകൊണ്ട് മണലിന് പകരം ഒരു 3/4 ചാക്കോളം കരിയില നിറയ്ക്കാം. കരിയില നിറച്ചിട്ട്, കരിയില നമുക്കറിയാം 3/4 ചാക്ക് നിറച്ചാലും അത് അവിഞ്ഞ് വളരെ താന്നു പോകും. പിന്നെ നമുക്ക് കുറച്ച് മണ്ണ്, ഒരു 1/4 ഭാഗം മണ്ണ് നിറയ്ക്കാം.
അതിന് ശേഷം ഈ പുല്ല് നട്ടുപിടിപ്പിക്കുക. പുല്ല് നട്ടുപിടിപ്പിച്ച് വെള്ളത്തിന് ക്ഷാമമുള്ളവർക്ക് അതിനുമുള്ള വഴിയും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം ഒഴിച്ചാൽ മതി. ചാണകവും മൂത്രവും കലക്കി ഒഴിച്ചാൽ ഇത് ആർത്ത് വളരും പുല്ല്. അല്ല, ആ വെള്ളം പോലും കളക്ട് ചെയ്ത് ഒഴിക്കാൻ പറ്റാത്തവർക്ക് വീട്ടിൽ അടുക്കളയിൽ പാത്രം കഴുകുന്ന വെള്ളം ഉപയോഗിച്ചാലും ഈ 10-25 ചാക്കിലെ പുല്ല് ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. കോട്ടയം കോതനല്ലൂർ സ്വദേശിയായ പോളി എന്ന യുവതി തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥലപരിമിതിക്കപ്പുറം ഏറെ പശുക്കളെ ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ പരിപാലിക്കുന്നു. അടുത്ത പരിസരങ്ങളിലായി 3.5 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്ത് പുൽകൃഷി നടത്തിയാണ് അവർ ആദായകരമായി പശുക്കളെ വളർത്തുന്നത്. ജൈവ രീതിയിലാണ് പുൽകൃഷി എന്നതിനാൽ തന്നെ തൽക്കാലം കൃഷിയില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇവർക്ക് പാട്ടത്തിന് നൽകുവാൻ ഏവർക്കും താൽപ്പര്യവുമാണ്. ഇപ്പോൾ എനിക്ക് മൊത്തം 8 പശുക്കളോളമുണ്ട്. എൻ്റെ ഇത് പറയുവാണ്, ഇതൊരു നല്ലൊരു ആദായമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് പുല്ലുള്ളത് കൊണ്ട് വേറെ പിന്നെ ചിലവുകളൊന്നും അധികം വരുന്നില്ല. ഈ പുല്ല് തന്നെ ഞങ്ങൾ കൊടുക്കുകയും പിന്നെ അതോടുകൂടി അവർക്ക് വേണ്ട കാലിത്തീറ്റയും കൊടുത്ത് ഞങ്ങൾ ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. എനിക്ക് നല്ല ഒരു ഷെഡ് പണിയാനും സാധ്യമായി. എല്ലാം തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കഴിവുമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ പശുക്കളിൽ നിന്നുള്ള ആദായം കൊണ്ടാണ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് പശുക്കളുണ്ടെന്നോർത്തുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകായി വരും അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വേണ്ട സ്ഥലത്തെല്ലാം പോവുകയും വേണ്ട കാര്യങ്ങളിൽ ഏർപ്പെടുകയും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മൃഗപരിപാലനം കാലാകാലങ്ങളായി മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ വലിയൊരു ശതമാനം പേരും തങ്ങളുടെ ജീവിത വ്യഗ്രതകളിൽപ്പെട്ട് സ്വാഭാവിക ജീവിതശൈലികളിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുന്നു. പശുപരിപാലനമായാലും ഏത് പരിപാലിയായാലും ചില ആൾക്കാർ പോത്തുകളെ വളർത്തുന്നുണ്ട്. വെള്ളം അധികം തീറ്റ കൊടുക്കേണ്ട കറക്കണ്ടെന്നൊക്കെ ചിന്തിച്ച് പോത്ത് വളർത്തുന്നവരുണ്ട്, ആട് വളർത്തുന്നവരുണ്ട്, കോഴി വളർത്തുന്നവരുണ്ട്, മൊയിൽ വളർത്തുന്നവർ തൊഴിലായിട്ട് ജീവിക്കുന്നവരുണ്ട്. അത് 5-ആയിട്ടും 6-ആയിട്ടും 10-ആയിട്ടും ഓരോരുത്തരുടെ ശേഷി അനുസരിച്ചാണ് ഈ വരൾച്ച കാലഘട്ടത്തെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലുകൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം വേനൽക്കാലത്തൊക്കെ കുറഞ്ഞ പാലായിരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇതെല്ലാം കൂടി മഴക്കാലത്ത് ഉണ്ടാകുന്ന അത്രയും പാലുകളായി. സൊസൈറ്റികളൊക്കെ 900 ലിറ്റർ പാല്, ഞങ്ങളുടെ സൊസൈറ്റി 900 ലിറ്റർ പാലായിരുന്നു കഴിഞ്ഞ വേനൽക്കാലങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യം 2000 ലിറ്റർ പാലായി വർദ്ധിച്ചിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പശു വളർത്തൽ മേഖലയിലേക്ക് ആളുകൾ തിരിഞ്ഞു എന്നുള്ള തെളിവായത്. സാങ്കേതികമായ അറിവും സാങ്കേതികമായ സഹായങ്ങൾ ലഭിച്ചുകൊണ്ട് പശുപരിപാലനം, മൃഗസംരക്ഷണം, പരിപാലനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് കരുപിടിപ്പിക്കുക. ഒപ്പം ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായി നടത്താമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുക. എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും ഒപ്പം ഭക്ഷണത്തിനും ചികിത്സയ്ക്കും എല്ലാം ഈ പണമാണ്, ഈ മൃഗസംരക്ഷണ രംഗത്തും ലഭിക്കുന്ന പണമാണ് 90% ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എനിക്കിതൊരു പരാജയമായിട്ടും അല്ലെങ്കിൽ ഇത് കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടായ തകർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പോയല്ലോ എന്നുള്ള നിരാശയൊന്നുമില്ല. ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ കണക്കൂട്ടലും പ്ലാനും പദ്ധതിയുണ്ട്. അതനുസരിച്ചേ മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ നിലകൊള്ളാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ സംരംഭത്തിലേക്ക് ആര് കടന്നു വന്നാലും അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് എനിക്കറിയാവുന്ന നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലഘട്ടത്തിലും അല്പം സ്ഥലസൗകര്യമെങ്കിലും ഉള്ളവർ തങ്ങളാലാവുന്ന രീതിയിൽ മൃഗപരിപാലന രംഗത്തേക്ക് കടന്നുവരേണ്ടത് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ കൂടി ആവശ്യമാണ്. നമുക്ക് അല്പം മനസ്സുണ്ടെങ്കിൽ പാലിൻ്റെയും മുട്ടയുടെയും ഇറച്ചിയുടെയും പച്ചക്കറികളുടെയും കാര്യത്തിൽ നമുക്ക് ഓരോ വീട്ടുകാർക്കും സ്വയം പര്യാപ്തമാകാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം മുട്ടയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകണമെങ്കിൽ നമുക്കൊരു 3 കോഴിയെ വളർത്തിയാൽ മതി. 3, 5, 10 ഒന്നും ഞാൻ പറയുന്നില്ല. 3 കോഴിയെ നമ്മൾ വളർത്തുക. 3 കോഴി, പെടക്കോഴിയെ 2 മാസമായ പെടക്കോഴിയെ എഗർ നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ കോഴികൾ, അതിനൊരു കൂടും വാങ്ങി 3 കോഴികളെ വളർത്തുക. പലപ്പോഴും കോഴിയെ വളർത്തുമ്പോൾ കർഷകർ പരാതി പറയുന്നത് ഇതെല്ലാം ചകയും, നശിപ്പിക്കും, അടുത്ത വീട്ടുകാർ വഴക്കുണ്ടാക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അതിന് ഈ കോഴിയെ അഴിച്ചേ വിടേണ്ട കാര്യമില്ല. 3 കോഴിയെ നിങ്ങൾ ആ കൂട്ടിലിട്ട് വളർത്തുക. വീട്ടിലുണ്ടാകുന്ന ആഹാരാവശിഷ്ടങ്ങൾ,
3 കോഴിക്ക് എന്തായാലും ഒരു കുടുംബത്തിലെ അവശിഷ്ടങ്ങൾ കൊണ്ട് മതിയാവും. അല്ലെങ്കിൽ ഒരു കുറച്ച് ഗോതമ്പോ വല്ലതും വാങ്ങിക്കൊടുത്താൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുട്ട ഷുവറായിട്ടും കിട്ടും. പിന്നെ ഈ കോഴിയുടെ കാഷ്ടം ഒന്നാന്തരം വളമാണ്. ചാണകത്തെക്കാളും ഒക്കെ വളരെ മൂല്യം കൂടുതലുള്ള വളമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രാസവളം പോലെ അത്ര മൂല്യമുള്ള വളമാണ്. അതുകൊണ്ട് ചെടിയുടെ തണ്ടേൽ കൊള്ളിച്ച് ഇടാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ മുട്ടയുടെ കാര്യത്തിൽ സംപര്യാപ്തമായി ഈ 3 കോഴികളിൽ നിന്ന് കിട്ടുന്ന കോഴിവളം അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം നട്ടുപിടിപ്പിക്കാൻ പറ്റും. സ്ഥലം കുറവുള്ളവരാണെങ്കിൽ അവർക്ക് ചാക്കിലോ കൂടുകളിലോ, ഇപ്പോൾ പച്ചക്കറി കൃഷിക്ക് വളരെയേറെ പ്രാധാന്യവും പിന്നെ പ്രോത്സാഹനവും സർക്കാർ നടത്തിക്കൊണ്ട് വരുന്ന കാലമാണ്. അപ്പം കൂടുകളിലോ ചാക്കിലോ ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വളം ജൈവ രീതിയിൽ ഈ കോഴിയുടെ കാഷ്ടം ഉപയോഗിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് പാലാണ്. പാലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പശുവിനെ വളർത്താൻ സാഹചര്യമുള്ളവർക്ക് പശുവിനെ വളർത്താം, ഓക്കെ. അല്ല, വീട്ടിലെ ആവശ്യത്തിന് പാലിന് ഒരാടിനെ വളർത്തിയാൽ മതി. മികച്ച ഇനം ആടുകൾ, 1 ലിറ്ററെങ്കിലും പാല് കിട്ടുന്ന ഒരാടിനെ വളർത്തിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യം ശുദ്ധമായ പാല് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാർഷിക കേരളത്തിൽ ദൈവം മനുഷ്യന് കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒട്ടനവധി വിലമതിക്കാനാവാത്ത അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വൈവിധ്യമാർന്ന മൃഗസമ്പത്ത്. ആരുടെയും മുന്നിൽ തലകുനിക്കാതെ സ്വയം പര്യാപ്തതയോടെ ഇവിടെ ജീവിക്കുവാനും ആരോഗ്യകരമായി തങ്ങളുടെ തലമുറകളെ പരിപാലിക്കുന്നതിനും കാലാകാലങ്ങളായി നമ്മുടെ കർഷകരെ അവ സഹായിക്കുന്നു. വിവേകത്തോടെയും വിവേചന ബുദ്ധിയോടെയും പ്രകൃതിയെ സമീപിക്കുന്ന കർഷകരുടെ മുന്നിൽ കാലാവസ്ഥാ വ്യതിയാനവും അനുബന്ധ പ്രശ്നങ്ങളും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നില്ല എന്ന് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവിശ്വാസത്തോടെയും ഉത്തമ ബോധ്യങ്ങളോടെയും തങ്ങളുടെ ജീവിതത്തെ സമീപിക്കുന്ന കർഷകരുടെ മാതൃകകൾ കാർഷിക കേരളത്തിന് പ്രചോദനമായി മാറട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.